നമസ്കാരം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും കൈപ്പറ്റുന്നവർക്കായി ഈ ഓണമാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഉള്ളത്. ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിങ്കളാഴ്ച ചിങ്ങമാസം ആരംഭിക്കുന്നതോടെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ സർക്കാർ ഭാഗത്തു നിന്നും എത്തിച്ചേരും. ഒരു ഗഡു പെൻഷൻ തുക ഓണത്തിന് മുൻപായി ലഭിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മുൻ സർക്കാരുകൾ ഓണക്കാലത്ത് ഒരു ഗഡു അധികമായി, അതായത് ഒരു മാസത്തെ പെൻഷൻ കൂടി ഓണമാസത്തെ പെൻഷനോടൊപ്പം കൂട്ടിച്ചേർത്ത് നൽകുന്ന പതിവുണ്ടായിരുന്നു. ഈ സർക്കാരും സമാനമായ രീതിയിൽ തുക വിതരണം ചെയ്യുന്നതിനായുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുടിശ്ശിക ഗഡുവിൽ ഒരെണ്ണം കൂട്ടിച്ചേർത്താണ് വിതരണം ഉണ്ടായിരുന്നതെങ്കിൽ നിലവിൽ കുടിശ്ശിക ഒന്നും ഇല്ലാത്തതിനാൽ അടുത്ത മാസത്തെ പെൻഷനായ സെപ്റ്റംബർ പെൻഷൻ അഡ്വാൻസായി ഓഗസ്റ്റിലെ പെൻഷനോട് ചേർത്ത് വിതരണം ചെയ്യുവാനുള്ള നടപടികളാണ് ധനവകുപ്പ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള ഈ നിർദ്ദേശത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ അന്തിമ അനുമതി ലഭിച്ചാൽ മാത്രമേ ഗുണഭോക്താക്കൾക്ക് 4000 രൂപ ഒരുമിച്ച് ലഭിക്കുകയുള്ളൂ. 2 ഗഡു പെൻഷൻ ഒരുമിച്ച് ലഭിച്ചാൽ അടുത്ത മാസം പെൻഷൻ വിതരണം ഉണ്ടായിരിക്കില്ല എന്ന കാര്യം ഗുണഭോക്താക്കൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. മുൻകൂറായി പെൻഷൻ നൽകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അടുത്ത ആഴ്ചയോടെ ഔദ്യോഗിക അറിയിപ്പ് പ്രതീക്ഷിക്കാം. ഓഗസ്റ്റ് 3-ാം ആഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ച് ഓണത്തിന് മുൻപ് തന്നെ എല്ലാവരിലേക്കും തുക എത്തിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ 2 രീതിയിലാണ് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടക്കുന്നത്. ഒന്ന് ബാങ്ക് അക്കൗണ്ട് വഴിയും മറ്റൊന്ന് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി നേരിട്ട് കൈകളിലേക്കും. പെൻഷൻ തുക നേരിട്ട് കൈകളിൽ വിതരണം ചെയ്യുന്നത് അവസാനിപ്പിച്ച് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വഴി തന്നെ ആനുകൂല്യം നൽകുമെന്ന പുതിയൊരു നിയമം സർക്കാർ അടുത്തിടെ ഇറക്കിയിരുന്നു. കിടപ്പ് രോഗികൾക്കും തീരെ അവശതയുള്ളവർക്കും മാത്രമായിരിക്കും ഇതിൽ ഇളവ് ലഭിക്കുക. എങ്കിലും ഓണക്കാലത്തും തുടർന്നുള്ള കുറച്ചു മാസങ്ങളിലും നിലവിലുള്ള രീതിയിൽ തന്നെ, അതായത് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നവർക്ക് അങ്ങനെയും നേരിട്ട് ലഭിക്കുന്നവർക്ക് കൈകളിലേക്കും പെൻഷൻ യാതൊരു തടസ്സവുമില്ലാതെ ലഭിക്കുന്നതാണ്. കൈകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് പുതിയ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിനോ നിലവിലുള്ളത് ആക്റ്റീവ് ആക്കുന്നതിനോ സാവകാശം ലഭിക്കും. സർക്കാർ ഔദ്യോഗികമായ അറിയിപ്പ് നൽകുമ്പോൾ മാത്രം അക്കൗണ്ട് വിവരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ സാധുവായ IFSC കോഡുള്ള ഏത് ദേശസാൽകൃത ബാങ്കിലും അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. നിലവിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ അതിൻ്റെ വിവരങ്ങൾ നൽകിയാൽ മതിയാകും. എന്നാൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ബാങ്ക് ജീവനക്കാരോട് ഇക്കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. പെൻഷൻ വിഭാഗം ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാൽ മതിയാകും. എന്നാൽ ഇപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അപേക്ഷ നൽകാവുന്നതുമാണ്. പെൻഷൻ ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. 2025 ഡിസംബർ 31 വരെ പെൻഷൻ ലഭിച്ചിരുന്ന എല്ലാവരും 2026 സെപ്റ്റംബർ 30-നകം മസ്റ്ററിംഗ് ചെയ്യണം. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ചെയ്യാൻ 30 രൂപയും കിടപ്പ് രോഗികൾക്കായി വാർഡ് മെമ്പർ മുഖേന അക്ഷയ ജീവനക്കാരെ വീട്ടിലെത്തിച്ച് ഹോം മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 50 രൂപയുമാണ് ഫീസ്. മസ്റ്ററിംഗ് പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന രസീത് സ്വന്തമായി സൂക്ഷിച്ചാൽ മതിയാകും. ഓണപ്പെൻഷൻ വിതരണം ആരംഭിക്കുന്ന ഔദ്യോഗിക അറിയിപ്പ് എത്തിയാൽ ഉടൻ തന്നെ ചാനലിലൂടെ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ്.